ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൊറിന്തോസ്കാർക്ക് എഴുതിയ 2 ലേഖനം അധ്യായം 7 ലോഗോസിൻ്റെ ഭാഗങ്ങൾ നമ്മൾ തുടങ്ങുകയാണ്. കൊറിന്തോസ്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 7-ാം അധ്യായം തുടങ്ങുന്നത് പ്രിയപ്പെട്ടവരെ എന്ന് വിളിച്ചിട്ടാണ്. വിശുദ്ധി പരിപൂർണമാക്കുന്നത് ദൈവഭയത്തിൽ. ഒന്നിച്ചു മരിക്കാനും ജീവിക്കാനും വേണ്ടി എവിടെയാണ് കൊറിന്തോസുകാരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? ഹൃദയത്തിൽ. 5-ാമത്തെ ചോദ്യം, എന്തിനാണ് ആനന്ദപൂരിതമായിരിക്കുന്നത്? ക്ലേശങ്ങളിൽ. എവിടെ ചെന്നപ്പോഴാണ് ഒരു വിശ്രമവും ഇല്ലാതിരുന്നത്? മെക്ക. ദാനിയേൽ. സദാ അലട്ടിക്കൊണ്ടിരുന്നത്? ക്ലേശങ്ങൾ. ആരുടെ സാന്നിധ്യം വഴിയാണ് ആശ്വാസം നൽകിയത്? തീത്തോസിൻ്റെ. ആരെയാണ് ദൈവം സമാശ്വസിപ്പിക്കുന്നത്? ആശയറ്റവരെ. നിങ്ങൾക്ക് എന്നോടുള്ള താല്പര്യത്തെയും ഡേഷനെയും കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അത്യധികം സന്തോഷിച്ചു. നിങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള താല്പര്യത്തെയും സഹതാപത്തെയും തീക്ഷ്ണതയെയും. ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറയാൻ കാരണമെന്ത്? കൊറിന്തോസുകാരുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട്. നിങ്ങളുടെ ദുഃഖം ഡാഷ് ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾക്കൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ദുഃഖം ദൈവികതപ്രകാരമായതുകൊണ്ട് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. ദൈവികതപ്രകാരമുള്ള ദുഃഖം ജനിപ്പിക്കുന്നത് രക്ഷാകരമായ പശ്ചാത്താപം. ലൗകികമായ ദുഃഖം എന്തിലേക്കാണ് നയിക്കുന്നത്? മരണത്തിലേക്ക്. നിങ്ങൾ ആരാണെന്നാണ് എല്ലാ പ്രകാരത്തിലും തെളിയിച്ചിരിക്കുന്നത്? നിർദോഷരാണെന്ന്. അപരാധം ചെയ്തവനെ പ്രതിയോ അപരാധത്തിന് ഇരയായവനെ പ്രതിയോ അല്ല നിങ്ങൾക്ക് ഞാൻ എഴുതിയത്. പ്രത്യുത എന്തിനെ പ്രതിയാണ് എഴുതിയത്? ഞങ്ങളോട് നിങ്ങൾക്കുള്ള താല്പര്യം ദൈവസന്നിധിയിൽ വെളിപ്പെടേണ്ടതിനാണ്. ആരുടെ മനസ്സിനാണ് കൊറിന്തോസുകാർ ആശ്വാസമേകിയത്? തീത്തോസിൻ്റെ. തീത്തോസിനോട് എന്ത് പറഞ്ഞതാണ് സത്യമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നത്? മേനി. തീത്തോസ് വികാരതരളിതനാകുന്നത് എപ്പോൾ? അനുസരണത്തെക്കുറിച്ചും ഭയത്തോടും വിറയലോടും കൂടെ തീത്തോസിനെ സ്വീകരിച്ചതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ. എനിക്ക് നിങ്ങളിൽ ഡാഷ് ഉള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. എനിക്ക് നിങ്ങളിൽ പരിപൂർണ്ണ വിശ്വാസമുള്ളതിനാൽ.